Welcome to this session on costing systems. In this session, we'll be discussing various costing systems such as historical costing, absorption costing, direct costing, marginal costing, standard costing, and uniform costing. First of all, let's look at what is historical costing. So, what is historical cost? Historical cost of an asset refers to its purchase price or the price at which it has been acquired. So, in historical costing system, it is a system in which a business record and account all its liabilities and assets on the basis of historical cost. And in historical costing, all business transactions are recorded at their historical cost. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരിക്കും അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യുക. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റം. ഇനി ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൻ്റെ മെറിറ്റ്സ് നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ കോസ്റ്റ് ഓൾറെഡി നോൺ ആയിരിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് ഇൻവോയ്സിൽ കണ്ടെത്താനും പറ്റും. പിന്നെ ഇറ്റ് എൻഹാൻസസ് കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കമ്പാരിസൺ ഉണ്ടാവും. ഇൻവോയ്സിൽ പോയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒറിജിനൽ കോസ്റ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിളും നോൺ വോളറ്റൈൽ ആയിട്ടുള്ള പ്രൈസിങ്ങിന് സഹായിക്കും. നെക്സ്റ്റ് അതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ലോങ് ടേമിലൊക്കെ കമ്പാരിസൺസ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ കുറേ വർഷങ്ങൾ മുന്നേ ചെയ്ത അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഇൻവോയ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ യൂസേഴ്സിന് എപ്പോഴും കറൻറ്റ് വാല്യൂസിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക rather than on the past values or on the past cost. അതാണ് അതിൻ്റെ ഡീമെറിറ്റ്സ്. നെക്സ്റ്റ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ് ഓൺലി യൂസസ് വേരിയബിൾ കോസ്റ്റ് ദാറ്റ് ഓൾസോ ഫോർ ഷോർട്ട് ടേം ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ഡസ് നോട്ട് കൺസിഡർ ഫിക്സ്ഡ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതൊരു ഷോർട്ട് ടേം പീരിയഡിന് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ അതൊരു ഷോർട്ട് ടേം പീരിയഡിന് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഓവർ ഹെഡ്സ് ഒന്നും അലോക്കേറ്റ് ചെയ്യണില്ല ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ അനലൈസസ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ അഡീഷണലായിട്ട് വന്ന് വേരിയബിൾ കോസ്റ്റ് മാത്രമേ അത് അനലൈസ് ചെയ്യുള്ളൂ, ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ കൺസിഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടോമേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓട്ടോമേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു കമ്പനി ഡയറക്റ്റ് ലേബറിനെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഡയറക്റ്റ് ലേബറിനെ മെഷീനറി ഓട്ടോമേഷൻ വെച്ച് കണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പം ഡയറക്റ്റ് കോസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈ ഒരു ലേബറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന എക്സ്ട്രാ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് കോസ്റ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പ്രോഫിറ്റ് വോളിയം റിലേഷൻഷിപ്പ്. സെയിൽസ് വോളിയത്തിൽ വന്ന ചേഞ്ചസ് കൊണ്ട് പ്രോഫിറ്റിൽ വന്ന ചേഞ്ചസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഡയറക്റ്റ് കോസ്റ്റിംഗ് കൊണ്ട് പറ്റും. പിന്നുള്ളത് ഔട്ട്സോഴ്സിങ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്താലോ അല്ലെങ്കിൽ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്താലാണോ ബെനഫിഷ്യലായിട്ടുള്ളത് കമ്പനിക്ക് എന്നുള്ളത് തീരുമാനിക്കാൻ ഡയറക്റ്റ് കോസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഡീമെറിറ്റ്സ്. അൺസ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഗ്യാപ്പും അതുപോലെ തന്നെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റമും ഈ ഒരു ഡയറക്റ്റ് കോസ്റ്റിങ്ങിനെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഈ ഒരു ഡയറക്റ്റ് കോസ്റ്റിങ്ങിനെ പ്രോഹിബിറ്റ് ചെയ്താണ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗിന്. നെക്സ്റ്റ് ഇറലവൻറ്റ് റേഞ്ച്. ഇറലവൻറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റിംഗ് ആകെ ഷോർട്ട് ടേം പീരീഡ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ലോങ് ടേം പീരീഡിന് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഡസ് നോട്ട് കൺസിഡർ ഇൻഡയറക്റ്റ് കോസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് കോസ്റ്റിംഗ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിങ്ങിനാണ്. അപ്പോൾ അതിൽ ഇൻഡയറക്റ്റ് കോസ്റ്റിനൊരു
ഒരു റെലവൻസ് ഇല്ല. അപ്പം ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഇൻഡയറക്റ്റ് കോസ്റ്റ്, which is a demerit. Next is standard costing. Standard costing is a system in which standard costs are prepared and actual costs are compared with standard costs, and the variances are analyzed with their causes. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഓൾറെഡി ഒരു സെറ്റ്, എല്ലാ ഓപ്പറേഷൻസിനും ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് ആക്ച്വൽ വന്ന കോസ്റ്റ് സ്റ്റാൻഡേർഡിനായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയൻസസ് വന്നിക്കുകയാണെങ്കിൽ ആ വേരിയൻസസ് അനലൈസ് ചെയ്യും. ആ ഒരു അനലൈസ് ചെയ്ത് അതിൻ്റെ റീസൺസ് കണ്ടെത്തും. എന്താ നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കും. ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലുള്ള പ്രോസസ്സ് എന്ന് നോക്കാം. അസർട്ടൈൻമെൻറ്റ് ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, റെക്കോർഡിംഗ് ദ ആക്ച്വൽ കോസ്റ്റ്, comparison of actual cost with standard cost in order to find out the variance, analysis of variance. After analyzing the variance, appropriate action wherever necessary may be taken. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എഫിഷ്യൻറ്റ് കോസ്റ്റ് കൺട്രോൾ. എഫിഷ്യൻറ്റ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ കോസ്റ്റിന് ഓരോ സ്റ്റാൻഡേർഡും പ്രിപ്പയർ ചെയ്ത്, ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓരോ ഓപ്പറേഷൻസിനും സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ആക്ച്വൽ കോസ്റ്റിനെ ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ അത് കോസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് പ്രോപ്പർ പ്ലാനിങ്. നമുക്ക് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് കണ്ട് പോയാൽ നമ്മൾ പ്ലാനിങ് പ്രോസസ്സൊക്കെ എളുപ്പമാവും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് അൺവാണ്ടഡ് ഇഷ്യൂസിലൊന്നും കയറണ്ട എന്ന് പറഞ്ഞാൽ അത് വർക്കേഴ്സിൻ്റെ അടുത്ത് തന്നെ ലീവ് ചെയ്താൽ മതി, അവർക്ക് ഇടപെടണമെന്നില്ല. ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനും ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ്. എല്ലാ സംഭവങ്ങൾക്കും ഇപ്പോൾ മെറ്റീരിയലോ ലേബറോ ഓവർ ഹെഡ്സോ ഇതിനൊക്കെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി പ്രിപ്പയർ ആണതുകൊണ്ട് പെട്ടെന്ന് ബഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എലിമിനേറ്റ്സ് വേസ്റ്റേജ്. സ്റ്റാൻഡേർഡ് എല്ലാ ഓപ്പറേഷൻസിനും ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം മെറ്റീരിയൽ വേസ്റ്റേജ് എത്ര വരുന്നുള്ള ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. അതേപോലെ തന്നെ ഐഡിൽ ടൈം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ട് പറ്റും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ്. നമ്മൾ എല്ലാത്തിനും ഓൾറെഡി ഒരു നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് പാസ്റ്റിൽ ഇൻകറായ കോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് ഫോർകാസ്റ്റിംഗ് നടത്താൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ്സ് എ കോസ്റ്റ്ലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓരോ ഓപ്പറേഷൻസിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോസ്റ്റ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. സോ ഇറ്റ്സ് എ കോസ്റ്റ്ലി സിസ്റ്റം. നെക്സ്റ്റ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫിക്സിങ് സ്റ്റാൻഡേർഡ്സ്. ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ആക്യുറേറ്റ് ആവണം എന്നില്ല, പ്രിസൈസ് ആവണം എന്നില്ല, ഒരു കറക്റ്റ് സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മളെ ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഫ്യൂച്ചർ കോസ്റ്റ് പ്രൊജക്ഷൻസ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് കണ്ട് ഫ്യൂച്ചർ കോസ്റ്റ് പ്രൊജക്ഷൻസ് ഒക്കെ നോക്കിക്കാണ്ട് കമ്പയർ ചെയ്ത് കണ്ടാണ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതുതന്നെ പ്രസൻറ്റിൽ അതുപോലെ തന്നെ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. കാരണം എന്തെങ്കിലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻവയോൺമെൻറ്റ് കാരണം ഈ കോസ്റ്റിൽ ചിലപ്പോൾ ഡിഫറൻസസ് വരാൻ പറ്റും. അപ്പോൾ ഒരു കറക്റ്റ് സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ there are difficulties in fixing correct standards or accurate and precise standards. Next, inconsistency of standards.
ഇൻകൺസിസ്റ്റൻസി ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ പാസ്റ്റ് ഇൻകർ ചെയ്ത കോസ്റ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇൻകർ ചെയ്യാൻ പോകുന്ന കോസ്റ്റ് പ്രൊജക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. അപ്പം ഈ ഒരു എന്താണ് സെയിം സ്റ്റാൻഡേർഡ് തന്നെ എല്ലാ വർഷവും യൂസ് ചെയ്യാൻ കഴിയണമെന്നില്ല. സ്റ്റാൻഡേർഡ്സിൽ ഡിഫറൻസസ് വരാൻ മതി. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ലീഡ്സ് ടു ഇൻകൺസിസ്റ്റൻസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ്, ഡിഫിക്കൽട്ടീസ് ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസീവ് സിസ്റ്റം ആയതുകൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ it's an expensive process. Therefore, it's difficult for small industries to implement standard costing. Next, difficulties for service industries. സർവീസ് ഇൻഡസ്ട്രീസിനെ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ഫോക്കസ് വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഡിഫിക്കൽട്ടീസ് ഫോർ സർവീസ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ്. ഫിക്സഡും വേരിയബിളും ആയിട്ടുള്ള എല്ലാ കോസ്റ്റും ആ പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫുൾ കോസ്റ്റിംഗ് ആസ് ഇറ്റ് കൺസിഡേഴ്സ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. In this method, all expenses are charged on the product, and it also enables reporting of high value profit. നല്ല ഹൈ വാല്യൂ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. കാരണം എന്താ വെച്ചാൽ ക്ലോസിങ് ഇൻവെൻട്രി ഹൈ വാല്യൂവിലായിരിക്കും, അതിൽ ഫിക്സഡ് കോസ്റ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിൻ്റെ മെറിറ്റ്സ് നോക്കാം. കൺസിഡറേഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ള സിസ്റ്റത്തിൽ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് പറ്റുന്നുള്ളത്. നെക്സ്റ്റ്, നോ നീഡ് ടു സെപ്പറേറ്റ് കോസ്റ്റ് ആസ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ. കാരണം എന്താ വെച്ചാൽ എല്ലാ കോസ്റ്റും ആ പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യേണ്ട അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റം, വിച്ച് ഈസ് എ മെറിറ്റ്. നെക്സ്റ്റ്, റെലവൻസ് ഓഫ് അണ്ടർ അബ്സോർപ്ഷൻ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ. ഒരു റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ടാണോ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് ഫാക്ടറി ഓവർ ഹെഡ്സിൻ്റെ ഓവർ അബ്സോർപ്ഷനും അണ്ടർ അബ്സോർപ്ഷനും വെച്ച് കണ്ട് മനസ്സിലാക്കാൻ സഹായിക്കും. നെക്സ്റ്റ്, ഡീമെറിറ്റ്സ്. ഫിക്സഡ് കോസ്റ്റ് ആ പീരിയഡ് കോസ്റ്റ്. ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ്. അത് ലോങ് റണ്ണിലോ ഫ്യൂച്ചറിലൊക്കെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ആ കോസ്റ്റ് ഉണ്ട് വിചാരിച്ചാണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. നെക്സ്റ്റ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് കോസ്റ്റ്. നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഓവർ ഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻ പ്രാക്ടീസിൽ ഈ ഒരു ഓവർ ഹെഡ്സിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി ലൈക്ക് ട്രഡീഷണൽ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത് കൂടുതലും ഇനാക്യുറേറ്റ് ആയിട്ടാണ് വരല്. അപ്പോർഷൻമെൻറ്റ് ഇനാക്യുറേറ്റ് ആയിട്ടാണ് വരല്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രൊഡക്റ്റിൻ്റെ മേലെ ആ കോസ്റ്റ് ചാർജ് ചെയ്താൽ പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും വരുന്നില്ല, കാരണം ഇനാക്യുറേറ്റ് ആയിട്ടാണ് പോർഷന് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. കുറേ മാനേജീരിയൽ പ്രോബ്ലംസിൻ്റെ ഒന്നും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം സെലക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ വോളിയം സെലക്ട് ചെയ്യാനും പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാനും ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങണോ അങ്ങനത്തെ മാനേജീരിയൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും അതിന് ഡിസിഷൻസ് എടുക്കാനും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ നോട്ട് റിയൽ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സഡ് ഓവർ ഹെഡ് ചാർജസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ചാർജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് പ്രൊഡക്റ്റിൻ്റെ മേലെ അതിൻ്റെ ചാർജസ് ഇട്ടിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഹൈ പ്രോഫിറ്റ് റേറ്റ് കാണിക്കുന്നുണ്ട് എന്നല്ലാതെ പക്ഷെ അതൊരു ഇൻഫ്ലേറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും, ഒരു കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ല. നെക്സ്റ്റ്,
നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ഇനി മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ കോസ്റ്റിംഗ് ടെക്നിക് വെർ വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ദ കോസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി റിട്ടൺ ഓഫ് അഗെയിൻസ്റ്റ് കോൺട്രിബ്യൂഷൻ. എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്റ്റിന് മേലെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷന് മേലെ തന്നെ കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ചെയ്യണം. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ മാർജിനൽ കോസ്റ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് റവന്യൂവിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഡിഫറൻസിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഈ കോൺട്രിബ്യൂഷൻ്റെ മേലെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി തീരുമാനിക്കുക. പിന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിൻ്റെ പോലെ അബ്സോർപ്ഷൻ കോസ്റ്റിൻ്റെ പോലെയല്ല മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് എലമെൻറ്റ്സും ഫിക്സ്ഡ് കോസ്റ്റ് എലമെൻറ്റ്സും സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് പ്ലാനിങ്. പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിൽ നമുക്ക് CVP കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് പ്രോഫിറ്റ് പ്ലാനിങ്ങിനെ സഹായിക്കും. പിന്നെ ബെറ്റർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റിനെ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ആയാണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് കൂടുതലും വേരിയബിൾ കോസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി rather than on the fixed cost. So it offers better cost control. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് സിസ്റ്റം കൊണ്ട് മാനേജ്മെൻറ്റിന് ഇപ്പം ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് മിക്സ് എന്താണ്, അത് ഷട്ട് ഡൗൺ ചെയ്യണോ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിസിഷൻസ് എടുക്കാനും മാർജിനൽ കോസ്റ്റിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് ഈസി ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ പ്രൈസിങ് പോളിസി. മാർജിനൽ കോസ്റ്റിങ് റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ മാർജിനൽ കോസ്റ്റിംഗ് സഹായിക്കും. പിന്നെ സിംപ്ലർ സ്റ്റോക്ക് വാല്യുവേഷൻ. മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വാല്യുവേഷൻ സിമ്പിളാണ്. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ നോക്കാം. മാർജിനൽ കോസ്റ്റിങ്ങിൽ കോസ്റ്റ് സെപ്പറേഷൻ എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് എലമെൻ്റ് ആയിട്ടും വേരിയബിൾ കോസ്റ്റ് എലമെൻ്റ് ആയിട്ടും കോസ്റ്റ് എലമെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മാർജിനൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള ആ ഭാഗം കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ വാല്യൂ ലോവർ ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റോക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് കറക്റ്റ് എന്തെങ്കിലും ആ ഒരു എക്സ്പെൻസസ് ഒന്നും മീറ്റ് ചെയ്യാൻ കഴിയൂല. പിന്നെ ഇഗ്നോസ് ടൈം ഫാക്ടർ. ഇപ്പോൾ രണ്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് പ്രോസസ്സിൻ്റെ രണ്ട് പ്രോസസ്സിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യാന്നുള്ളത് മാർജിനൽ കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ട് ഫാക്ടർ. കാരണം എന്താ വെച്ചാൽ ഇഗ്നോസ് ടൈം ഫാക്ടർ. റോങ് ബേസിസ് ഫോർ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രൈസസ് ഡിറ്റർമിൻ ചെയ്യണത് കോൺട്രിബ്യൂഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ പെട്ടെന്നൊരു കോൺട്രിബ്യൂഷനിൽ ഫ്ലക്ച്വേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാ സമയത്തും സെയിം കോൺട്രിബ്യൂഷൻ ആണില്ല. പെട്ടെന്ന് ചിലപ്പം ഈ ഒരു മാർജിനൽ കോസ്റ്റ് കാരണം ഫ്ലക്ച്വേഷൻ വരും കോൺട്രിബ്യൂഷനിൽ. അപ്പോൾ നമ്മൾ ആ ഒരു കോൺട്രിബ്യൂഷനിൽ വന്ന ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കാതെ പ്രൈസ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റോങ് പ്രൈസിങ് ആവും. അപ്പോൾ അതുകൊണ്ട് it may lead to wrong basis for pricing. Next, emphasizes on sales. Marginal costing സിസ്റ്റത്തിൽ സെയിൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് rather than on the മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു ഫംഗ്ഷനെക്കാട്ടും സെയിൽസിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
നെക്സ്റ്റ് ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ്. ഇപ്പോൾ കോൺട്രാക്ട്സ് അങ്ങനത്തെ വർക്ക്സിനാണെന്നുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ടേൺ ഓവർ വർക്കിംഗ് പ്രോഗ്രസ്സിനായിരിക്കും കൂടുതൽ ഹൈ പ്രോഫിറ്റബിൾ റാദർ ദാൻ ഓൺ ദ ടേൺ ഓവർ. എൻഡ് വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ ഹയർ വാല്യൂ വരിക വർക്കിംഗ് പ്രോഗ്രസ്സിനായിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്, അവിടെയൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് കൂടുതൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഇൻഡസ്ട്രീസിലൊക്കെ മാർജിനൽ കോസ്റ്റിംഗ് സിസ്റ്റം ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് യൂണിഫോം കോസ്റ്റിംഗ്. സോ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് കോസ്റ്റിങ്ങോ അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിങ്ങോ പോലെ ഒരു പ്രത്യേക കോസ്റ്റിംഗ് അല്ല. ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ അതിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അതിൻ്റെ മെമ്പർ കൺസേൺസിന് യൂണിഫോമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കോസ്റ്റ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയാം. So, uniform costing refers to the adoption and use of same costing principles, practices and procedure by the member companies of an industry. So, uniform costing is not a separate method of costing like job costing, process costing, etc. It's only a system of cost accounting designed by the industry or by any central organization for use by its member concerns. And it aims at achieving uniformity with respect to costing principles, practices and procedure. അപ്പോൾ അതാണ് യൂണിഫോം കോസ്റ്റിംഗ്. നെക്സ്റ്റ് യൂണിഫോം കോസ്റ്റിങ്ങിൻ്റെ മെറിറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. യൂണിഫോം കോസ്റ്റിങ്ങിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള കോസ്റ്റിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ കോസ്റ്റിംഗ് സിസ്റ്റം കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ലീഡ്സ് ടു എ സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. നെക്സ്റ്റ് എഫിഷ്യൻറ്റ് കോസ്റ്റ് മാനേജ്മെൻറ്റ്. യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിന് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ഒരു ബിസിനസ് യൂണിറ്റിന് അവർക്ക് വന്ന കോസ്റ്റിനെ വേറെയുള്ള മെമ്പർ യൂണിറ്റ്സായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ they follow the same costing principles and the same costing systems. Therefore, it aids in efficient cost management. Next, healthy competition. ഒരു മെമ്പർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു മെമ്പർ ഒരു ബിസിനസ് യൂണിറ്റിന് വേറെയുള്ള ബിസിനസ് യൂണിറ്റിനായിട്ട് ഈക്വലി കോസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് ഹെൽത്തി കോമ്പറ്റീഷനെ അവർ ഇടയിൽ ഉണ്ടാക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള മാൾ പ്രാക്ടീസസ് ഒന്നും ചെയ്യാതെ തന്നെ ഇറ്റ് ലീഡ്സ് ടു ഹെൽത്തി കോമ്പറ്റീഷൻ റാദർ ദാൻ ഓൺ ആൻഡ് ഇറ്റ് അവോയ്ഡ്സ് അൺഹെൽത്തി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദം. Next, let us look at the demerits of uniform costing. Difference in business units. Difference in business units എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തന്നെയാണെങ്കിൽ പോലും അവിടുത്തെ എല്ലാ ബിസിനസ് യൂണിറ്റ്സും സെയിം സൈസിലോ അല്ലെങ്കിൽ സെയിം വോളിയം ഓഫ് ഔട്ട്പുട്ടോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റം ചിലപ്പം യൂസ് ചെയ്യുന്നതുകൊണ്ട് അവരെ ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പം പുറത്തെടുക്കാൻ കഴിയുന്നില്ല. സോ ദർ വിൽ ബി ഡിഫറൻസ്. സോ it's very difficult if we implement the same costing system when the business units vary in size or produces different volumes or output, etc. Next, establishment of single selling price. ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇൻഡസ്ട്രി ഓക്കെ, സോ അതൊരു സെയിം സെല്ലിംഗ് പ്രൈസ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അത് മാർക്കറ്റിൽ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യും. അപ്പം it will lead to the exploitation of our monopoly and it will lead to the exploitation of customers and workers. Next, false and incomplete information. Uniform costing system അതിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂട്ടിലിറ്റി കറക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ എല്ലാ മെമ്പർ യൂണിറ്റ്സും അവരുടെ കോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒക്കെ ആക്യുറേറ്റ് ആൻഡ് ട്രൂ ആയിരിക്കണം.
അല്ലാതെ ഫോൾസ് ഇൻഫർമേഷൻ യൂസ് ചെയ്താൽ കറക്റ്റായിട്ടൊരു യൂണിഫോം കോസ്റ്റിങ്ങിൻ്റെ യൂട്ടിലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ they should always provide true and complete information in the agreed format. So that's all about costing systems. Thank you.